എത്രത്തോളം പ്രധാനമാണ് തട്ടം ഇസ്ലാമിൽ? തട്ടം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും നമ്മുടെ മതത്തിൽ തട്ടം ഡ്രസ്സിന്റെ ഡ്രസ്സിങ്ങിന് മോഡസ്റ്റി, ഒരു മോഡസ്റ്റി ആണ് ഒരു അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പറയുന്നത്. എനിക്ക് എന്റെ മോഡസ്റ്റി ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ഒരു തട്ടത്തിലാണ് എന്റെ ഒരു വ്യക്തിത്വം ഇരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും അല്ലാഹ്. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളൊന്നുമല്ല. എല്ലാ മതത്തിലും അവരുടേതായ കാര്യങ്ങൾ ഓരോ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിപ്പം ബൈബിളിലായാലും ഖുറാനായാലും ഗീതയിലായാലും ഏതിലായാലും അവരുടേതായ കുറേ കാര്യങ്ങൾ എല്ലാ മതങ്ങളുമായി റിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലെല്ലാത്തിലും പറയുന്നത് ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അതിപ്പോൾ മുസ്ലിം മതത്തിൽ പെട്ടിട്ടുള്ളവരുടെ ഖുറാനിലുള്ളത് കുറച്ചുകൂടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ ബൈബിള് ഫുൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയൊക്കെ അറിയാം. എന്ന് വെച്ചിട്ട് ബൈബിളിലുള്ള എല്ലാം അറിഞ്ഞ് തികഞ്ഞവനൊന്നുമല്ല ഞാൻ. ഇനി ബൈബിൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ. എനിക്ക് എൻ്റെതായ തെറ്റുകുറ്റങ്ങളും കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബൈബിൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്ത് ബൈബിളിൽ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ. എന്ന് വച്ചിട്ട് ഞാൻ ജീവിക്കുന്ന രീതിയെ ബൈബിളിലുള്ള രീതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചാണ് ബൈബിളിൽ പറഞ്ഞതെന്ന് ഞാൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ല. ബൈബിളിൽ പറയുന്നു, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഇഷ്ടത്തിന്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം ബൈബിളിൽ ഇന്നത് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ബൈബിളിൽ പറയുന്നത് ഇന്നതാണ്, എന്നാൽ ഞാൻ ചെയ്യുന്നതും ഇതാണ്, എന്നാൽ അതാണ്, ഈ ഒരു സെറ്റപ്പിൽ തിരുത്തി പറയുന്നതും അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നതും എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല. അസ്ലാം ആണ് ഹില, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു യൂട്യൂബറാണ്. ഓക്കെ, ഹില എന്ന് പറയുമ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഇടുന്നത്. ഇപ്പൊ പിന്നെ ഈ മാരേജിന് ശേഷമൊക്കെ അത്യാവശ്യം ഫാമിലി വ്ളോഗ് ടൈപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഒരു ഹിലയുടെ ഇന്റർവ്യൂ കണ്ടു. ഹിലയുടെ ഇന്റർവ്യൂ കണ്ട സമയത്തും തട്ടവുമായി റിലേറ്റ് ചെയ്ത്, അതായത് മുസ്ലിങ്ങളുടെ മെയിൻ ഇതാണല്ലോ, സ്ത്രീകൾ തട്ടം ഇടുന്നു, പർദ്ദ ഇടുന്നു, ഈ ഒരു കാര്യവുമായി റിലേറ്റ് ചെയ്തിട്ടും ഹില കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയല്ല, ദാറ്റ്സ് റോങ്, വെരി വെരി റോങ്. എന്തായാലും നമുക്ക് ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. പ്രത്യേകിച്ച് മുസ്ലിംസ് ആയിട്ടുള്ളവർ ഇത് വീഡിയോ കാണുകയാണെങ്കിൽ ഹില പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ ഒരു സൈഡും കൂടി നിങ്ങൾ ഉറപ്പായിട്ട് പറയുക തന്നെ വേണം. ഓക്കെ, എന്തായാലും ഹില പറയുന്നത് കേട്ടോ. എത്രത്തോളം പ്രധാനമാണ് തട്ടം ഇസ്ലാമിൽ? തട്ടം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും നമ്മുടെ മതത്തിൽ തട്ടം ഡ്രസ്സിങ്ങിന് മോഡസ്റ്റി, ഒരു മോഡസ്റ്റി ആണ് ഒരു അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പറയുന്നത്. എനിക്ക് എന്റെ മോഡസ്റ്റി ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഹിലയുടെ മോഡസ്റ്റിയിലേക്ക് ഇങ്ങനെ നടക്കണം എന്നായിരിക്കും. ഓക്കെ, ഹില നടക്കരുതെന്ന് ആരും പറഞ്ഞില്ല. ഹില ഇപ്പൊ ഒരു മുസ്ലിം കുട്ടിയാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജീവിക്കാം, അത് ജീവിച്ചുകൂടാന്നൊന്നും പറയില്ല. വ്യക്തി സ്വാതന്ത്ര്യം കാര്യങ്ങളെല്ലാം അവരവർക്കുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജീവിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മതത്തിൽ കണക്ട് ചെയ്ത് സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യനായ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം യുവാവാണ്, ക്രിസ്ത്യൻ യുവാവാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇതിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അപ്പം ഞാൻ ജീവിക്കുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അതിൽ മതം കണക്ട് ചെയ്ത് സംസാരിക്കേണ്ട. ഇപ്പൊ തട്ടത്തിന്റെ ഒരു കേസ് സംസാരിക്കാനുള്ള ഒരു ഇതും ഈ പറയുന്ന ഹിലയ്ക്കില്ല. അതിന്റെ റീസൺ ഹില തട്ടം ഇട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പർദ്ദ ഇട്ടോ അല്ല നടക്കുന്നത്. ആ സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് എന്തിനാണ് ഹില സംസാരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ മതത്തിനെതിരെ സംസാരിക്കുന്ന പോലെ ആയിപ്പോ അത് ഓക്കെ, ബാക്കി കേൾക്കാം. എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും അള്ളാനെ പേടിയില്ലേ, അള്ളാനെ ഭയല്ലേ, അള്ളാനെ. ഓക്കെ, ഇവിടെ ഹില പറയുന്നത് തട്ടത്തിലാണ് എൻ്റെ ഇത് ഇരിക്കുന്നതെന്ന്, എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം ഇരിക്കുന്നതെന്ന് ഹില പറയുന്നില്ല. മീൻസ് ഹിലയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ഹിലയുടെ വിശ്വാസം കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ, അത് സ്വന്തം ഉള്ളിലിരുത്തുക. കാരണം മതത്തിലൊരു കാര്യം പറയുമ്പോൾ അതുപോലെ നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ല, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ശരിയാണെന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വാദിക്കാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതെല്ലാം ഒന്നും ഞാൻ അനുസരിക്കുന്നില്ല.
അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ശരി, എൻ്റെ വിശ്വാസവും കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൽ പറയുന്നത് വേറെ, ഞാൻ ചെയ്യുന്നത് വേറെ. ആ സ്ഥിതിക്ക് ഞാൻ ബൈബിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസവും കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നതും കറക്റ്റാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വാടച്ച് മിണ്ടാതിരിക്കുക. നമുക്കിതൊന്നും ചെയ്യാനും പറ്റത്തില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഈ ഒരു രീതിയിൽ വാദിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹിലയ്ക്ക് ഖുറാനിൽ പറയുന്നത് പോലെ തട്ടമിട്ട് നടക്കാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ വെറുതെയിട്ട് നടക്കാൻ താല്പര്യമില്ല, തനിക്ക് പറ്റത്തില്ല. ഓക്കെ, താൻ തൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷെ അതുകൊണ്ട് അതിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഏത് നമ്മുടെ ഖുറാനിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മുടെ ഖുറാനിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് തട്ടമിട്ട് വെറുതെയിട്ട് നടക്കണം നിർബന്ധമൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ ടോക്ക് കൊണ്ടുവരാതിരിക്കുക. എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഞാൻ പടച്ചോനെ വിളിക്കുമ്പോഴായിരിക്കും. നമുക്ക് ഏറ്റവും സമാധാനം, പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടും ഇല്ല. എനിക്കൊരു ഓക്കെ, ഇവിടെ ഇപ്പം ഹില പോസിറ്റിവിറ്റി വാരിക്കോരി എറിഞ്ഞ് സംസാരിക്കുന്നത്. എനിക്ക് അള്ളാനെ പേടിയില്ല, എനിക്ക് അള്ളാനെ ഭയങ്കര ഇതാണ് കാര്യമാണ്, എനിക്ക് അള്ളാനെ പേടിയൊന്നുമില്ല, പേടിക്കുന്നിടത്ത് നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഓക്കെ, ആധുനിക ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കാമെന്നല്ല ആണ്. പക്ഷെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതൊന്ന് താൻ ചെയ്യുന്ന വേറൊന്നാണെങ്കിൽ അതുമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് സംസാരിക്കാതിരിക്കുക. നമ്മൾ ആ ടോപ്പിക്ക് ക്യാൻസൽ ചെയ്ത് വിടുക. കേട്ടോ, വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിക്കുക ഞാൻ പടച്ചോനെ ആയിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കുക. എനിക്ക് പേടിയുള്ള ആളൊരിക്കലും ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കൂല. അപ്പൊ എനിക്ക് പടച്ചോൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കും അങ്ങനെ ഇതാക്കും എന്നുള്ളത് ഞാനേ ഇല്ല. എന്നെ മനസ്സിലാക്കും പടച്ചോൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തട്ടടാത്തത് എന്റെ മാത്രം എന്ന് വെച്ചിട്ട് തട്ടിടുന്നവരെ ഞാൻ ഒരിക്കലും ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ ഓക്കെ, തട്ടമിടുന്നത് ഇടാത്തതൊക്കെ ഹിലയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, ഇടുന്നവരെ കുറ്റം പറയുന്നില്ല, നല്ല കാര്യം, പോസിറ്റീവാണ് പറയുന്നതും കാര്യങ്ങളും സംസാരിക്കുന്നത്. പക്ഷെ ഖുറാനിൽ പറയുന്നത് വേറെയാണ്, പക്ഷെ ഹില ചെയ്യുന്നത് വേറെയാണ്. അതുകൊണ്ട് മതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഒരു മതവിശ്വാസിയാണ്, ഞാൻ മതം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഏത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ വിഷമങ്ങളെല്ലാം പറയാറുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ബൈബിളിൽ പറയുന്നത് അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 കൽപ്പനകൾ തന്നെ ഉണ്ട്. ക്രിസ്ത്യാനിയായ ആൾക്കാർക്ക് അറിയാം 10 കൽപ്പനയുണ്ട്. ഈ 10 കൽപ്പനയും അതേപടി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലാത്ത സ്ഥിതിക്ക് എനിക്കത് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും, പക്ഷെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഭയങ്കര കാര്യമാണ്, ദൈവത്തോടൊപ്പമാണ് ഞാൻ എന്ന് പറയാനുള്ള ക്വാളിറ്റി എനിക്കില്ല. കാര്യം പിടിയിട്ട് കാണൂല. കേൾക്കാം. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരെ ഇസ്ലാമിക നിയമപ്രകാരം തട്ടം ഇടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്തില്ലാത്തോണ്ട് ഞാൻ വിശ്വാസിയാവുന്നില്ല. അതെ, ഹില പറഞ്ഞത് കറക്റ്റാണ്. അതായത് എന്താ, നിയമപരമായിട്ട് തട്ടമിടണം എന്നാണ്, എന്നാൽ ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വാസി അല്ല എന്ന് പറയാനും പറ്റത്തില്ല. കാര്യം പിടിയിട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ക്രിസ്ത്യാനിയാണ്, ദൈവവിശ്വാസിയാണ്, പക്ഷേ പള്ളിയിൽ പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ 10 കൽപ്പനകളുണ്ട്, അതനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് അത്രയും അതേപടി അനുസരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ തെറി വിളിക്കാറുണ്ട്, പച്ചത്തെറി വിളിക്കാറുണ്ട്, എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പൂരത്തെറി വിളിക്കാറുണ്ട്. ഇങ്ങനെയൊന്നും വിളിക്കരുതെന്നൊക്കെയാണ് ബൈബിളിലൊക്കെ പറയുന്നത്. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് എനിക്ക് വാദിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം ഹിലയും പറയുന്നുണ്ട് താൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഹിലയും വാദിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത സമയത്ത് ഹിലയ്ക്കെതിരെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സൈബർ അറ്റാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് അങ്ങനെ മതത്തിന്റെ പേരും പറഞ്ഞ് കണക്ട് ചെയ്തിട്ട് കുറെ ചീത്തവിളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി എന്താണ് ഇസ്ലാം മതത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സൂറത്തുർ നൂർ അധ്യായം 24 ആയത്ത് 31. സ്ത്രീകളോട് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാണിത്. അവരുടെ മക്കനകൾ തട്ടം മാറോടടുപ്പിച്ച് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ എന്നിവർ അല്ലാതെ തങ്ങളുടെ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു കറക്റ്റ് മുസ്ലിം ആണോ ഹിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം മുസ്ലിം മതത്തിൽ അല്ലെങ്കിൽ ഖുറാനിൽ അല്ലെങ്കിൽ ഇവിടെ മതത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടമിട്ട് ഇങ്ങനെ നടക്കുന്ന സ്വന്തം ഭർത്താവിന് മാത്രം കാണേണ്ടത് കാണിക്കുക, അല്ലാതെ വേറെ ഒരു പുരുഷന്മാരും കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇത്രയും രീതിയിൽ തട്ടമിട്ട് അങ്ങനെ നടക്കുന്നവളാണ് മുസ്ലിം മതം പറയുന്ന രീതിയിൽ അനുസരിച്ച് ജീവിക്കുന്നവൾ എന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്കാണെങ്കിൽ ഓക്കെ, അള്ളാഹുൽ വിശ്വസിക്കുന്നു, അള്ളാഹുൽ പ്രാർത്ഥിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഹില പറഞ്ഞത് ഓക്കെയാണ്. പക്ഷെ മതപരമായി നോക്കുന്ന സമയത്ത് അത് ഫോളോ അപ്പ് ചെയ്യാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഹില.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ മതത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് വെച്ചിട്ട് ഞാൻ ദൈവവിശ്വാസം അല്ലാതെ ആവത്തില്ല. ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾ, ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അത് മനുഷ്യനാണ്, നമുക്ക് അത്രയും പുണ്യാത്മാവ് ആവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വല്ല പള്ളിയിലച്ഛനോ വല്ല വാസ്തുറൊക്കെ ആയാണ്. അത് ആവാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അത്രയും കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ്. മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി സൂറത്തുൽ അഖ്സാബ് അധ്യായം 33 ആയത്ത് 59. ഈ സുക്തത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ മേൽവസ്ത്രം ശരീരത്തോട് ചേർത്തിടണം എന്ന് പറയുന്നു. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടുവാൻ പറയുക. അവർ അറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. കേട്ടല്ലോ, ഇതാണ് ഇവരുടെ ഇതിൽ പറയുന്ന ആയത്തില്, അതായത് സൂറത്തുൽ അഖ്സാബ് അധ്യായം 33 ആയത്ത് 59. ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക. മുസ്ലിമായിട്ടുള്ള ആൾക്കാർ എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്കിതൊന്നും വലിയ ഇതായിട്ട് അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ഓരോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് വായിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം അന്യർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഖുർആൻ ഇപ്രകാരം പറയുന്നു: തങ്ങളുടെ അലങ്കാരങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ വെളിപ്പെടുത്തരുത്. സൂറത്ത് നൂർ 24:31 പറയുന്നുണ്ട്. അതായത് തങ്ങളുടെ അലങ്കാരങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ വെളിപ്പെടുത്തരുതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആനിൽ പറയുന്നതാണ്. അപ്പൊ അതനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിംസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ബൈബിൾ അനുസരിച്ച് ബൈബിളിൽ പറയുന്നത് അതേപടി അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അതുപോലെ തന്നെ ഗീതയിൽ പറയുന്നത് അതേപടി അനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. അല്ലാത്ത നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ഒരു മതം, നമ്മുടെ വിശ്വാസം, ദൈവം എന്നൊക്കെ പറയാം. അല്ലാണ്ട് അതേപടി അത് ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എപ്പോഴും യഥാർത്ഥ മുസൽമാൻ, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ഹിന്ദു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇപ്പം ഹില ആയാലും കറക്റ്റായിട്ട് അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. ആ സ്ഥിതിക്ക് നമ്മളെ പോലെ ആ ഒരു സെറ്റപ്പേ ഞാൻ കാണുന്നുള്ളൂ. ഇനി കൃത്യസമയത്ത് നിസ്കരിക്കുക. നിസ്കാരം വിശ്വാസികൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട ഒന്നാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഞാൻ ഒരു സിനിമയിൽ ഏതോ ഒരു സിനിമയിൽ, അതായത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി അടക്കുന്ന, അപ്പോൾ അവസാനം ഒരു പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് സമയത്തിന് അവർക്ക് തക്കതായ സമയമുണ്ട്. ആങ്കുളിയുടെ സമയത്ത് കറക്റ്റായിട്ട് നിസ്കരിക്കണം എന്നൊക്കെ ഉള്ള രീതികളും ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്ന ഒരാൾ മാത്രമേ യഥാർത്ഥ മുസൽമാൻ ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയായാലും അവൾ കറക്റ്റായിട്ട് ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നടന്നാൽ മാത്രമേ അവൾ ആ മതത്തിൽ നല്ല അടിപൊളി ആളാവത്തുള്ളൂ. കറക്റ്റായിട്ടുള്ള ആളാവത്തുള്ളൂ. അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധത ആകുന്നു. അതായത് കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മുസൽമാൻ ആകുന്നതെന്നാണ് ഖുർആനിൽ പറയുന്നത്. സൂറത്തുർ നിസാഹ് 4:103. ഓക്കെ, സൂറത്തുർ നൂർ അധ്യായം 24 ആയത്ത് 31. സ്ത്രീകളോട് അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാണിത്. അവരുടെ മക്കനകൾ തട്ടം മാറോടടുപ്പിച്ച് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ എന്നിവർക്കെല്ലാം തങ്ങളുടെ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്, തട്ടത്തിന്റെ കേസ്. ഓക്കെ, നിസ്കാരം നിലനിർത്താനുള്ള കൽപ്പന. ഖുർആനിൽ പലയിടത്തും നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സഹാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹുവെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. കറക്റ്റായിട്ട് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ഖുർആനിൽ തന്നെ. അതുകൊണ്ട് അറിയാത്തവർ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും ജീവിക്കുക. ഞാനിപ്പോഴും പറയുന്നത് ഞാൻ നന്മമരമെന്നോ അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന അതേപടി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കുക. ഇപ്പോൾ യഥാർത്ഥ ഒരു മുസൽമാൻ ആവണമെങ്കിൽ ഖുർആനിൽ പറയുന്നത് അതുപോലെ അനുസരിച്ച് ജീവിക്കണമെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? നമ്മൾ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞു ഇപ്പോൾ, അല്ലെങ്കിൽ പറയാം ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ജീവിക്കുന്ന ഒരാളാവുമ്പോഴാണ് യഥാർത്ഥ ഒരു മുസൽമാൻ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയൊക്കെ ആകുന്നത്. അത്രേ ഉള്ളൂ. മധ്യവർത്തി നിസ്കാരത്തിന്റെ പ്രാധാന്യം. എല്ലാ നിസ്കാരങ്ങളും, പ്രത്യേകിച്ച് ഇടയിലുള്ള നിസ്കാരവും ശ്രദ്ധയോടെ നിർവഹിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു. കേട്ടല്ലോ, ഖുർആനിൽ പറയുന്നതാണ്. നിങ്ങൾ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മധ്യവർത്തി നിസ്കാരത്തിന്റെ അസർ കാര്യത്തിൽ നിഷ്കർഷയുള്ളവരായിരിക്കുക.
കൊണ്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യുക. സൂറത്തുൽ ബഹറ 2:238. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ ലക്ഷ്യം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിസ്കാരം സഹായിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. തീർച്ചയായും നിസ്കാരം നീച്ച വൃത്തികളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമാകുന്നത്. സൂറത്തുൽ അൻകബൂത്ത് 29:45 കറക്റ്റായിട്ട് അതും പറയുന്നുണ്ട്. നിസ്കരിക്കാത്തവരുടെ അവസ്ഥ പരലോകത്ത് വെച്ച് നിസ്കരിക്കാത്തവരോട് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. അവരോട് ചോദിക്കപ്പെടും, നിങ്ങളെ സഹറിൽ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തിനാണ്? അവർ മറുപടി പറയും, ഞങ്ങൾ നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിലായിരുന്നില്ല. സൂറത്തുൽ മുദസ്സിർ 74, 42, 43 പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അതായത് നരകത്തിൽ പോകുന്ന കേസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ കൃപ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അത് മനസ്സിലാക്കും. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഈ വീഡിയോ കാണുന്ന ആരായാലും ഓക്കെ, അല്ലാതെ ജീവിക്കുന്ന ആരായാലും ഏതായാലും എന്തായാലും അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ആ മതവുമായി ബന്ധപ്പെട്ട അത്രയും കറക്റ്റായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ തെണ്ടിത്തിരിഞ്ഞാണ് വായി തോന്നിയ പല തന്തയ്ക്കും വിളിച്ച് എന്ത് പോക്കരുത്താന്ന് തോന്നിയ ദിവസം കാണിച്ച് നടക്കുന്ന എന്നെ നിങ്ങളെ പോലുള്ളവരൊന്നും കറക്റ്റ് ആവത്തില്ല ഒരിക്കലും. ഉള്ള കാര്യം പറയാം. ഇനി ഹില പറയുന്ന വേറെയും കുറച്ച് നിലപാടുകൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിലോട്ട് പോവാം. ഇസ്ലാം മതവിശ്വാസിയല്ലേ? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? വളച്ചൊടിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഖുറാനിലോ ഞങ്ങളെ മതപണ്ഡിതന്മാരോ എല്ലാം വെച്ചിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിപ്പോ എല്ലാ മതങ്ങളും സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ മതങ്ങളല്ലെങ്കിലും അല്ലാതെയും പൊതുസമൂഹങ്ങളിലും സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നു. പിന്നെ ചില തന്തയില്ലാത്തമാര് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടില്ല കഠിനമായ ജോലികൾ സ്ത്രീകൾ ചെയ്യണ്ട എന്ന് പറയുന്ന മതമാണ്. അത് എന്തുകൊണ്ടാണ് എടുത്തും കൂടി പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷനും ചെയ്യാൻ കഴിയാത്ത പ്രസവം, മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീ സൗമ്യമായിട്ട് എത്രത്തോളം നബിയുടെ ബീവിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്തിരുന്നു, എന്തൊക്കെ ജോലികളിൽ സഹായിച്ചിരുന്നു എന്നൊക്കെ ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിരിക്കുന്ന ഒക്കെ ഒരു മതമാണ്. അപ്പൊ ആൾക്കാർക്ക് പക്ഷെ സ്ത്രീകൾ ഇപ്പൊ ഓരോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ ആൾക്കാർ ഇങ്ങനെ സ്ത്രീ ആയാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ബാക്കി മതക്കാരുടെ ഇടയിൽ എന്താലേ മുസ്ലിംസ് എന്നൊക്കെ പറയുമ്പോ സ്ത്രീകൾക്ക് ഇങ്ങനെയാണല്ലേ എന്ന് പറയുന്നുണ്ടോ? ശരിക്കും മതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണ്. ഓക്കെ, ഇപ്പൊ എന്താല്ലേ ഈ ഒരു സാധനം പറഞ്ഞപ്പോ കറക്റ്റായിട്ട് മതത്തിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. അറിയില്ലെങ്കിൽ ഇല്ല സംസാരിക്കാതിരിക്കുക. ഇപ്പൊ ഖുറാനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കണം, ഇന്ന രീതിയിൽ നടക്കണം, സ്ത്രീകളായി ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് അതിനിപ്പോ ഇതിലേക്ക് മാറ്റി എഴുതാൻ പറ്റത്തില്ല. അറിയില്ലെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോ ഹില പറയുന്ന ഭയങ്കര ഫ്രീഡം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ത് ലാഘവത്തോടെ അല്ലെങ്കിൽ ഹില നടക്കുന്നത് പോലെ നടക്കാം മുസ്ലിംസിന് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഖുറാനിൽ പറയുന്നില്ല. വളരെ അച്ചടക്കത്തോടെ വെറുതെയൊക്കെ ഇട്ട് തട്ടമൊക്കെ ഇട്ട് നടക്കണം, സ്വന്തം ഭർത്താവ് അല്ലാണ്ട് വേറെ ശരീരഭാഗങ്ങൾ ആരും കാണരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഖുറാനിൽ പറയുന്നത്. പക്ഷെ ഇന്നത്തെ പുരോഗമന ചിന്താഗതി വെച്ചിട്ട് ഇതൊക്കെ ഒരുപാട് മാറി. ഇവിടെ ആരും ഖുറാനെയും ബൈബിളിനെയും ഗീതയും ഒന്നും ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്നില്ല. അത് തന്നെയാണ് വാസ്തവം. എന്നാൽ അത് ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് പഴയ ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ കൂട്ടത്തുള്ള അവരുടെ ചെറുമക്കളോ മക്കൾ ആരെങ്കിലും ഇപ്പൊ കുറച്ചുപേരൊക്കെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നാലേ ഉള്ളൂ. അല്ലാതെ തലമുറകൾ കൂടിയപ്പോൾ മാറിയപ്പോൾ പിന്മാറിയപ്പോൾ ഇന്നെല്ലാം അഴിഞ്ഞാട്ടത്തിന്റെ രീതിയിലോട്ട് മാറി. പണ്ട് ഈ ഖുറാനും ബൈബിളും ഗീതയൊക്കെ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് അതൊക്കെ മാറി. ഇന്നെല്ലാവരും അവരുടേതായ തോന്നിവാസത്തിനും തോന്നിയ ഇഷ്ടത്തിനും എന്തൊക്കെ പോലെ അങ്ങ് ജീവിക്കുന്നുണ്ട്. തെറ്റാണെന്നല്ല വാദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാം. പക്ഷെ നമ്മുടെ മതത്തിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാതിരിക്കുക. കാരണം മതത്തിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അറിയില്ലെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും ഹിലയ്ക്ക് നല്ലത്. ഓക്കെ, അടുത്തത് കേൾക്കാം. പക്ഷെ എന്നാ ചിലവർക്ക് കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. കുഞ്ഞ് വേണം എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമുക്ക് നാളെ ഒരു ദിവസം കുഞ്ഞ് വേണം എന്നുള്ളതും പലവരും ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഇപ്പൊ ഫസ്റ്റ് വേണമെങ്കിൽ ദത്തെടുക്കാം. നീ ഒന്നുമല്ല, ഇപ്പൊ നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല, ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ പറയുന്നു, നമുക്ക് എല്ലാം പറയുന്നത്. ഈ സൊസൈറ്റി എങ്ങനെ കാണുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല. ഇതിപ്പോ കുഞ്ഞെന്നുള്ളതല്ല, ഒരു ഡ്രസ്സ് ഇടാൻ സ്വന്തം ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. രാത്രി പുറത്തിറങ്ങാന്ന് വെച്ചാൽ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പ്രേമിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. സ്വന്തം ജീവിക്കാൻ ധൈര്യം ഉണ്ടോ ജീവിക്കാൻ? എന്നാൽ നിങ്ങൾക്ക് ഏത് രീതിക്കും ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്, എങ്ങനെ ജീവിക്കണം ജീവിക്കണ്ട എന്നൊക്കെ ഉള്ളത്.
ഓക്കെ, പറയുന്ന കാര്യം കറക്റ്റാണ്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നതെല്ലാം ഖുർആൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ചാണ്, ഗീത അനുസരിച്ചാണെന്ന് പറയാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയാസത്തിന് ജീവിക്കുന്നു, അങ്ങനെ പറയാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാനൊരു ദൈവവിശ്വാസിയാണ്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ്, ഓക്കെ. അല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ, മതം പറയുന്നത് പോലെ എല്ലാം അനുസരിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ മതത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ മതത്തിൽ എല്ലാം ഭയങ്കര ഫ്രീഡമാണ് എന്നൊന്നും പറഞ്ഞ് സംസാരിക്കാതിരിക്കും. ഇപ്പൊ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്നും നിസ്കാരങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ ഹിലയ്ക്ക് അതൊന്നും അറിയില്ല എന്ന് ഹിലയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഹിലയുടേതായ രീതിയിൽ ഒരു പോസിറ്റീവ് മൈൻഡിൽ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയിൽ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഖുർആനിൽ പറയുന്നത്. ഖുർആനിൽ കുറെ അച്ചടക്കത്തോടെയും ഈ പറയുന്ന പോലെ പെണ്ണുങ്ങൾ ഒതുങ്ങിക്കൂടി ജീവിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പർദ്ദയൊക്കെ ഇട്ട് തട്ടമൊക്കെ ഇട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ളൊരു കാര്യങ്ങളടക്കം ഖുർആനിൽ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഹില പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഇതിന് പറയേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക, നല്ല കാര്യമാണ്, അതൊക്കെ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുക, ആരും ഒന്നിനും പറയാൻ പറ്റുന്നില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ മതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മതത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് പൊതുസമൂഹത്തിലോട്ട് വിടാതിരിക്കുക. ഓക്കെ, പൈസ കൊടുത്തില്ലെങ്കിൽ മുണ്ട് പൊക്കി കാണിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ മറ്റേ ട്രെയിനിൽ പോണ, ഡൽഹിയിൽ ട്രെയിനിൽ പോണ സമയത്ത് ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സാരി പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ, അയ്യോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെയാണോ? അല്ല, എത്രയോ അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഡിഫറൻസ് വരുന്നത്. ഇതെന്ന് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ അല്ല, അത് നമ്മള് ബുദ്ധിയിൽ അത് മനസ്സിലാക്കണം. എല്ലാവരും തോന്നിയിട്ടുണ്ടോ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ട്രാൻസ്ജെൻഡർ മൊത്തത്തിലുള്ള അഭിപ്രായം? എനിക്ക് അങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നവര് എനിക്ക് അങ്ങനെ ഒരു മോശം കണ്ണിൽ ഞാനൊരു മോശം ഓക്കെ, സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തി അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഖുർആനിൽ പറയുന്നുണ്ടോ ഏത് സെക്സ് വർക്ക് നല്ലതാണെന്ന്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്നുണ്ടെന്ന്. ആ സ്ഥിതിക്ക് ഖുർആൻ അനുസരിച്ചിട്ടാണോ ഹില ജീവിക്കുന്നത്? ഇപ്പൊ ഇതിന് സെക്സ് വർക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഞാനും ഇപ്പൊ വലുതായിട്ട് സെക്സ് വർക്കേഴ്സിനൊന്നും കുറ്റം പറയില്ല. അത് റീസൺ വേറെ ഒന്നുമില്ല. അങ്ങനെയെങ്കിലും കുറെ കാമക്കടവുകൾ പോയി അവരെ എടുത്ത് പൈസ കൊടുത്ത് പോട്ട് വഴിയെ കാണാവുന്ന പെണ്ണുങ്ങളെ പോയി പീഡിപ്പിക്കാണ്ട് അങ്ങനെ ഉള്ള കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് പൊതുസമൂഹത്തിൽ വന്ന് അവർ ചെയ്യുന്നത് ശരിയാണെന്നോ അവർ ചെയ്യുന്നത് മാത്രം ശരിയാണെന്നോ രീതിയിൽ വാദിക്കാൻ എന്നെ കിട്ടത്തില്ല. അവർ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, നമ്മൾ അവരാരെയും ഒന്നിനും പോവാതിരിക്കുക. പക്ഷെ അവരെന്തെങ്കിലും പൊതുസമൂഹത്തിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പൊ ഹില ഇവിടെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്തിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഉദ്ഘാടനം കിട്ടും, ഇന്റർവ്യൂ കിട്ടും, അങ്ങനെ ഇങ്ങനെ കിട്ടും. ഇടയ്ക്കൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഒരുത്തനെ കൊണ്ടെടുത്ത് വേറൊരു ഇന്റർവ്യൂ എടുത്ത് ഓർമ്മേണ്ട, അവൻ എന്താ ഇതായിരുന്നു. അതുപോലെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങും. അങ്ങനെ വരാതിരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യില്ലേ, അവർ ചെയ്യുന്നത് ചെയ്ത് ജീവിച്ച് പൊക്കോട്ടെ. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസിൽ ഞാൻ അത് തന്നെയാണ്. ഇവര് ഈ ട്രെയിനിലൊക്കെ കാണിക്കുന്ന അപരാധങ്ങൾ തന്നെ അടിച്ച് കവലാൻ കയറാൻ തോന്നുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ എടുത്ത് നോക്കിയാൽ മതി. സമരങ്ങൾ എന്ന് പറഞ്ഞ അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അതൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഒരുപാട് നോക്കി, വളരെ വിരലിന് എണ്ണാവുന്നവർ മാത്രമേ മാന്യമായിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കണക്കാ. അതുകൊണ്ട് പറഞ്ഞതാ. പ്രവൃത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സെക്സ് വർക്ക് അല്ല. സെക്സ് വർക്കേഴ്സ് എന്താ, അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെയല്ലല്ലോ സെക്സ് വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് ബില്ലിംഗ് ആയി അവരെ കൂടെ പോയിട്ട് ഇതേക്കുന്നല്ലേ സെക്സ് വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലവർ ചെറുപ്പത്തിലേ അങ്ങനെ ബന്ധപ്പെട്ടവരോട് അതെ, കറക്റ്റ്. അവൻ പറഞ്ഞ കറക്റ്റാ. ജീവിക്കാൻ അതേ അറിയത്തുള്ളൂ. സെക്സ് വർക്ക് ചെയ്യുന്നവർ ജീവിച്ചോട്ടെ, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അതേ അറിയത്തുള്ളൂ. അയ്യോ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ജീവിക്കണം, ഇനിയിപ്പോൾ ജീവിക്കട്ടെ, അവരെ കടിയും തീരും പൈസയും കിട്ടും, ജീവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ ചെയ്യും. നമ്മൾ സമൂഹത്തിൽ വന്നിട്ട് നമ്മൾ ശരിയാണ്, നമ്മളെയും കൂടി കൂടെ നിർത്തണം, തോളി കയറണം, സമ്മതിക്കത്തില്ല. എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ കുറെ കഴപ്പന്മാർക്ക് കടി തീർക്കാനുള്ള സ്ഥലമായി, അവർക്കും കടി തീരും, പൈസയും കിട്ടും, കാര്യം കഴിയും. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നാളെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഒരു മുംബൈയില് നമ്മൾ പോയി, എത്രയോ സെക്സ് ട്രാഫിക്കിംഗ് വഴി എത്രയോ കുഞ്ഞുങ്ങളെ കടത്തിയിട്ട് വളരെ ചെറിയ പ്രായം തൊട്ടിട്ടേ ഈ ഒരു ഇതിലുണ്ടായിരിക്കും. അവർക്ക് വലുതായി ഇതേ അറിയുള്ളൂ. അവർക്ക് വേറെ ലോകത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല, ഈ ഒരു ചുറ്റുപാടിനെ കുറിച്ചിട്ട് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അവർക്ക് വേറെ ലോകം കാണിച്ചു കൊടുക്കേണ്ടതും വേറെ ലോകം അറിയിച്ചു കൊടുക്കേണ്ടതും ആരാണ് ഇല്ല. സി ഇറ്റ്സ് വെരി ബ്ലണ്ടർ. ഓക്കെ,
അവര് കുഞ്ഞുനാളിലെ പോയിട്ട് അങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ അവരങ്ങനെ ആക്കിയത് കൊണ്ട് നാളെ ഒരു കാലത്ത് ഇനി അവരുടെ മരണം വരെ അവരങ്ങനെ ജീവിക്കണം എന്നാണോ പറയുന്നത്? അവർക്ക് നല്ലൊരു വഴി തുറന്നു കൊടുത്ത് നല്ലൊരു രീതിയിൽ കൈപിടിച്ച് കയറ്റാൻ പറ്റി, അതല്ലേ നല്ലത്. ഗതികേട് കൊണ്ട് ആയവരുണ്ട്, അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാളിലെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ ആക്കിയവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കാലവും അവരിങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, അവർക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവരങ്ങനെ ജീവിക്കട്ടെ. ദാറ്റ്സ് വെരി വെരി റോങ്. അത് റോങ് സ്റ്റേറ്റ്മെന്റാ, വെരി വെരി ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഹിലയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ കുറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പറയുന്നതിലൊന്നും ഒരു ലോജിക്ക് പോലും ഇല്ലാത്ത രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി. എന്തോ എൻ്റെ അഭിപ്രായമാണ്, ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റ് കാണും, നിങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.